നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ട രീതികളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ശരിയാവണ്ണം നമ്മുടെ വീടുകളിൽ വിളക്ക് തെളിയിച്ചാൽ ഭവനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു നിറയും. ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ചാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ്. രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയാത്തവർ 6 മണിക്ക് മുമ്പായെങ്കിലും വിളക്ക് തെളിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് അടിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. വൈകുന്നേരം സന്ധ്യാസമയത്താണ് വിളക്ക് കൊളുത്തേണ്ടത്. എത്ര ദീപം കൊളുത്തിയാലാണ് നമുക്ക് ഫലങ്ങൾ ലഭിക്കുക എന്നിവയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഗൃഹത്തിൽ വിളക്ക് വെക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായി ഈ 2 തിരികൾ വീതം ഇടണം. നമസ്തേ പറയുമ്പോൾ നാം കൈകൾ ചേർത്ത് പിടിക്കുന്നത് പോലെ തിരികൾ ചേർത്ത് വച്ചാണ് വിളക്കിൽ തിരി ഇടേണ്ടത്. തിരികൾ വേർപെട്ടോ കൂട്ടിപ്പിണഞ്ഞോ കിടക്കരുത്. നനവുള്ള തിരി കത്തിച്ച് ദീപം പൊട്ടിത്തെറിക്കുവാൻ ഇടയാവരുത്. തീപ്പെട്ടിയുടച്ച് നേരിട്ട് വിളക്കിൽ കത്തിക്കരുത്. കുടിവിളക്കോ അല്ലെങ്കിൽ ചിരാതോ ഉപയോഗിച്ച് കത്തിക്കുക. എന്തെങ്കിലും വറുക്കാൻ ഉപയോഗിച്ച എണ്ണ, വെള്ളം കലർന്ന എണ്ണ, മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ, ഓയിലുകൾ ഇവയൊന്നും ഉപയോഗിക്കരുത്. പ്രാണികൾ മറ്റും ചത്ത് കിടക്കുന്നതും മുടിയിഴകൾ ഉള്ളതും അശുദ്ധമായ എണ്ണയും വർജിക്കണം. വിളക്ക് കൊളുത്തുമ്പോൾ അഗ്നിജ്വലന മന്ത്രം ജപിക്കുന്നത് ശ്രേയസ്കരമാണ്. അഗ്നിജ്വലന മന്ത്രം ഇതാണ്: ചിത് പിംഗല ഹന ഹന ദഹ ദഹ പച്ച പച്ച സർവജ്ഞ ജ്ഞാപയ സ്വഹാം എന്നിങ്ങനെയാണ് അഗ്നി കൊളുത്തുമ്പോൾ നമ്മൾ ജപിക്കേണ്ട മന്ത്രം. സന്ധ്യാദീപം കണ്ടാലുടൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതു പിടിച്ച് ഈ പറയുന്ന മന്ത്രം ജപിക്കുക. ശിവം ഭവതു കല്യാണമായുരാരോഗ്യവർദ്ധനം മമ ബുദ്ധിപ്രകാശയാം ദീപജ്യോതിർ നമോ നമാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മന്ത്രവും കൂടെ നമുക്ക് പരിചയപ്പെടാം. ശിവം ഭവതു കല്യാണമായുരാരോഗ്യവർദ്ധനം മമ ശത്രുവിനാശയ സന്ധ്യാദീപം നമോ നമാം എന്നും ജപിക്കാവുന്നതാണ്. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ടുഭാഗം വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു. നാളം ലക്ഷ്മി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിൻ്റെ ചൂട് പാർവതി ദേവിയെയും ആണ് സൂചിപ്പിക്കുന്നത്. തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്ന് വേണം സന്ധ്യാദീപം ദർശിക്കാൻ. സന്ധ്യ കഴിഞ്ഞാൽ വിളക്കണക്കണം. വസ്ത്രം ഉപയോഗിച്ച് വീശിക്കൊളുത്തുകയാണ് ഏറ്റവും ഉത്തമം. ഊതിക്കെടുത്തുകയോ തിരി എണ്ണയിലേക്ക് തള്ളിയിട്ട് അഗ്നിയെ മുക്കിയെടുക്കുകയോ ചെയ്യരുത്. എണ്ണ വറ്റി കരിന്തിരി കത്തിക്കരുത്. ഇവയെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മംഗളാവസരങ്ങളിൽ 5 അല്ലെങ്കിൽ 7 തിരിയിട്ട് കത്തിക്കാം. ഇനി ഓരോ തിരിയുടെയും ഫലം അറിയാം. ഏകവർത്തിർ മഹാവ്യാധിർ, ദ്വിവർത്തിർ മഹാധനം, ത്രിവർത്തിർ മോഹമാലസ്യം, ചതുർവർത്തിർ ദരിദ്രതാം, പഞ്ചവർത്തിസ്തു ഭദ്രം സ്വ, ത്രിവർത്തിസ്തു സുശോഭനം എന്ന് വെച്ചാൽ ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ കുടുംബത്തിൽ രോഗങ്ങൾ ഉണ്ടാകും എന്നാണ്. 2 തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ ധനം ഉണ്ടാകും. 3 തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ മ്ലാനത, അലസത എന്നിവ ഉണ്ടാകുന്നു. 4 തിരിയിട്ട് കത്തിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും. 5 തിരിയിട്ട് കത്തിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. 7 അതിൻ്റെ ഗുണിതങ്ങളോ ഇട്ട് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സർവ മംഗളവും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. വിളക്ക് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ വിളക്ക് കത്തിക്കാവൂ. നല്ല എണ്ണ അല്ലെങ്കിൽ നെയ്യ്, വെളിച്ചെണ്ണ
എന്നിവയും ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാവുന്നതാണ്. നെയ്യാണ് ഏറ്റവും അത്യുത്തമം. അത് എല്ലാ ദിവസവും നെയ്യ് ഉപയോഗിച്ച് കത്തിക്കാൻ പറ്റാത്തവർക്ക് നല്ല എണ്ണ ഉപയോഗിക്കുകയോ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.